ഹരിയാനയിലെ റോഹ്താക്കിൽ 2004 ജനുവരി 28 ജനിച്ച ഒരു പെൺകുട്ടി 2013 സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ അവസാന മത്സരം കളിക്കുമ്പോൾ അവൾക്ക് വയസ്സ് 9. മണിക്കൂറോളം അച്ഛന്റെ തോളിൽ കയറി ആ 9 വയസ്സുകാരി ആദ്യമായി അന്ന് ക്രിക്കറ്റിന്റെ ദൈവത്തെ കണ്ടു. അന്നു തൊട്ട് അടങ്ങാത്ത ആരാധന. അന്നവൾ തീരുമാനിച്ചു, എന്റെ വഴി ക്രിക്കറ്റാണ്, എന്റെ ജീവിതം ക്രിക്കറ്റാണ്. എന്നാൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് അക്കാദമി ഇല്ലാത്തതിനാൽ ചെറുപ്പത്തിൽ തന്നെ ഒരു ആൺകുട്ടിയെ പോലെ മുടിമുറിച്ച് ആൺകുട്ടിയായി പരിശീലിക്കേണ്ടി വന്നു. 2019 15-ാം വയസ്സിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം. അന്താരാഷ്ട്ര അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ കളിക്കാരി എന്ന നിലയിൽ തകർത്തെറിഞ്ഞത് സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ 30 വർഷം പഴക്കമുള്ള റെക്കോർഡുകൾ. കഴിഞ്ഞ ദിവസം ചരിത്രം സാക്ഷിയായി 2 തവണ കൈവിട്ട ഏകദിന ലോകകപ്പ് ഇന്ത്യൻ വനിതകൾ തിരിച്ചുപിടിച്ചു. അവിടെയും ആ പെൺകുട്ടിയുണ്ടായിരുന്നു. ധീരതയോടെ പട നയിച്ചവൾ. ലോക കിരീടം ഇന്ത്യക്ക് നേടിത്തരാൻ ബാറ്റുമായി മുന്നിൽ നിന്നു. അതെ, കായിക ലോകത്തെ ഐതിഹാസിക കഥകളുടെ അധ്യായങ്ങളിൽ ഒന്നുകൂടി എഴുതപ്പെട്ടു. ഷഫാലി വർമ്മ. ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്ന് ഷഫാലി വർമ്മ പുറത്തായിട്ട് കുറെ കാലമായി. തുടരെ മോശം പ്രകടനങ്ങൾ നടത്തിയ ഷഫാലിക്ക് പകരമെത്തിയ പ്രതിക റാവൽ തകർപ്പൻ പ്രകടനങ്ങൾ തുടർക്കഥയാക്കിയപ്പോൾ ആഭ്യന്തര മത്സരങ്ങൾ നന്നായി കളിച്ചിട്ടും ഷഫാലിക്ക് നറക്ക് വീണില്ല. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. 2024 ഒക്ടോബറിൽ അവസാന ഏകദിനം കളിച്ച ഷഫാലിക്ക് പകരം പ്രതിക ഏകദിനത്തിൽ സ്മൃതിയുടെ സ്ഥിരം ഓപ്പണിംഗ് പങ്കാളിയായി. ലോകകപ്പ് ടീമിൽ നിന്ന് യുവതാരം പുറത്തേക്ക്. വനിതാ സീനിയർ T20 ടൂർണമെന്റിൽ ഹരിയാനയ്ക്കായി കളിക്കുമ്പോഴാണ് ഇന്ത്യ ഷഫാലിയെ ലോകകപ്പ് ടീമിലേക്ക് വിളിക്കുന്നത്. ബംഗ്ലാദേശിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ പ്രതിക റാവൽ പരിക്കേറ്റു പുറത്തായത് ഷഫാലിക്ക് വീണ്ടും ഏകദിന ടീമിൽ ഇടം നൽകി. അതുവരെ റിസർവ് ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല. നേരെ വന്ന് കളിക്കുന്നത് ഓസ്ട്രേലിയക്കെതിരായ സെമി ഫൈനൽ പോരാട്ടം. നേടിയത് വെറും 10 റൺസ്. പിന്നീട് കളിക്കുന്നത് ഫൈനൽ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ടീമിലെടുത്തതിന്, നിർണായക സെമി കളിപ്പിച്ചതിന്, ആ സെമിയിൽ മങ്ങിയതിന് ഷഫാലിയോളം പഴികേട്ടു ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരുപക്ഷെ തന്റെ അവസാന ഏകദിനത്തിനാണ് ഷഫാലി ഇറങ്ങിയത്. പരാജയപ്പെട്ടാൽ ഏറെക്കാലം ടീമിൽ ഇനി ഇടം കിട്ടാൻ സാധ്യതയില്ല. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ച ഷഫാലി പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. എവിടെ നിന്നോ ഒരു ഊർജം കൈമുതലാക്കി ഇന്ത്യയുടെ സ്കോറിംഗ് ചുമതല ഏറ്റെടുത്തു. 50യും കടന്ന് 78 പന്തിൽ 87 റൺസ്. അതായിരുന്നു മറുപടി. പുരുഷ ക്രിക്കറ്റ് ആയാലും വനിതാ ക്രിക്കറ്റ് ആയാലും ലോകകപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന 3ാമത്തെ വ്യക്തിഗത സ്കോർ. 2011 ലോകകപ്പ് ഫൈനലിൽ ഗംഭീറിന്റെയും ധോണിയുടെയും പ്രകടനത്തിനൊപ്പം വെക്കാവുന്ന ഫൈനൽ ഇന്നിംഗ്സ്. ലോകകപ്പ് ഫൈനലിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം. നേട്ടങ്ങൾ ഒരുപാടുണ്ട് ഈ 21കാരിക്ക് പറയാൻ. ഒടുവിൽ തന്നെ പ്രചോദിപ്പിച്ച അതേ സച്ചിൻ ടെണ്ടുൽക്കർക്ക് മുന്നിൽ നിന്ന് രാജ്യത്തിന് ലോകകപ്പ് സമ്മാനിച്ചിരിക്കുന്നു. അതെ, ഇത് വിമർശകർക്കുള്ള ഷഫാലിയുടെ കംബാക്ക് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യയുടെ ഈ വിജയനായിക ഇനി അങ്ങോട്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖമുദ്രയാണ്. ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ പേരുകളുടെ കൂട്ടത്തിൽ ആ പേരും ഇനി മന്ത്രിക്കും, വാഴ്ത്തപ്പെടും. ഷഫാലി വർമ്മ ക്രിക്കറ്റ് ലോകം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു.